ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും വീട്ടുകാരായിട്ട് ഒരു തർക്കം ഉണ്ടാവാട്ടോ ചെയ്യുന്നത്. എൻ്റെ പെണ്ണിനെ ഞാൻ തന്നെ കണ്ടെത്തും എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ കൃഷി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇനി ആര് എതിർത്താലും ഞാൻ അത് തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. മനസ്സ് എനിക്ക് വേണ്ട, എൻ്റെ കൺമണിയെ മാത്രം മതി എന്ന രീതിയിലായിട്ടോ പറയുന്നത്. അപ്പോഴത്തേനും അവർ പറയുന്നുണ്ട്, അതായത് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, കൃഷി നീ എന്ത് പണിയാണ് കാണിച്ചത്, നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. മാനസേ, നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയുടെ ഫോട്ടോ കൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇനി ആരോ എന്ത് പറഞ്ഞാലും മാനസിക ഞാൻ വിവാഹം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറയുന്നുണ്ട്. കൺമണിയെ മാത്രം മതിയെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്നു. പക്ഷേ സുജുവിനും സാഗറിനും അങ്ങനെ കൃഷ്ണനെ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. മോനെ, നിൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം, എല്ലാം നമുക്ക് പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ആൻറ്റിയമ്മയ്ക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. ആൻറ്റിയമ്മ ഇതുവരെ പ്രതീക്ഷിച്ചതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അമ്മായിമാരെയും കൺമണിയും എല്ലാവരെയും കേട്ടോ. കൺമണിയുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകും കേട്ടോ. കാരണം കൺമണിക്ക് ഇനി ക്രിസ്താറുണ്ട്. ക്രിസ്താറുമായിട്ടുള്ള കല്യാണം ഏകദേശം കമ്പനിയിലൊക്കെ സംസാരം തുടങ്ങി എന്ന രീതിയിലൊക്കെ അമ്മായിമാർ വന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയെന്ന് പറയുന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ല ഏട്ടാ, കൺമണിയുടെ കുട്ടികളെയും കുട്ടികളുടെ കുട്ടികളെയൊക്കെ കാണണ്ടേ, അന്ന് വരെ ഏട്ടൻ ജീവിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീടും കൃപയും അതുപോലെ കൃഷും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്രയും പ്രശ്നത്തിനൊക്കെ നിൽക്കണോ ഏട്ടാ, പെട്ടെന്ന് തന്നെ കൺമണിയെ കഴുത്തിലെടുത്ത് താലി കെട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൊണ്ടു നിർത്താമായിരുന്നില്ലേ, അതും കൂടി ഏട്ടൻ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളെന്ന് പറയുന്നു. ഞാൻ നൈസായിട്ടൊരു താലി കെട്ടിയതാണെന്ന് പറയുന്നു. എന്താ ഏട്ടൻ ഈ പറയുന്നത് ചോദിക്കുക കേട്ടോ. പിന്നെ അല്ലാണ്ട് ഞാൻ എന്തായാലും ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അപ്രതീക്ഷിത ഘട്ടത്തിൽ അതൊക്കെ സംഭവിച്ചു മോളെ. പക്ഷേ നല്ല രീതിക്ക് എല്ലാവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ കൺമണിയെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നൊരാഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ കല്യാണമൊക്കെ എപ്പോഴേ കഴിഞ്ഞതാണെന്ന് പറയുന്നു കേട്ടോ. പിന്നീട് സുമിത്രയാണെങ്കിലോ മാനസയുടെ നമ്പർ തപ്പിയിട്ട് എന്തായാലും അവളെ വിളിച്ച് വരുത്തുന്നുണ്ട് കേട്ടോ. ഞാൻ കൺമണിയുടെ ശത്രുവാണ്, നീയും അങ്ങനെ തന്നെയാണല്ലോ, കൃഷ്ണൻ എന്തായാലും നിനക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല, കൺമണിക്ക് തന്നെയാണ് എന്ന് കരുതി നീ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, അവളെ തകർക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ കൃഷ്ണനെയും കൃപയും മാത്രമല്ല ആ വീട്ടിലെ എല്ലാവരെയും, കൺമണി ഉൾപ്പെടെ എല്ലാവരെയും നശിപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് ഞാനൊരു പോംവഴി നിനക്ക് പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അതിന് നീ അറിയാത്തതും ലോകമറിയാത്തൊരു രഹസ്യമുണ്ട്, ആ രഹസ്യം വെളിപ്പെടുത്തണം, നിങ്ങൾ നടക്കുള്ളൂ എന്ന് പറയുന്നു. അത് ബലരാമൻ സാഗറിൻ്റെ മകനാണെന്നും അതിലൂടെ തന്നെ നിനക്ക് ആ വീട്ടിൽ കയറിപ്പറ്റാൻ സാധിക്കും, അവരെയൊക്കെ തകർത്തടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.